നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായി. റഫറൻസ് നിലനിൽക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കി. ഗവർണർക്ക് വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ബില്ലുകൾക്ക് അനുമതി നൽകാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. വിധി രാഷ്ട്രപതിയുടെ കൈകൾ ബന്ധിക്കുന്നതിന് തുല്യമാണ്. വിധിയിൽ പൊരുത്തക്കേട് ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് രാഷ്ട്രപതി റഫറൻസ് നൽകിയതെന്ന് കേന്ദ്രം വാദിച്ചു. സമയപരിധി നിശ്ചയിച്ചതിൽ ഭരണഘടനാ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. റഫറൻസ് നിലനിൽക്കില്ല എന്ന് കേരളവും തമിഴ്നാടും വാദിച്ചു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വാദമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇന്ന് തന്നെ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി എന്ന് പറയാം. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളവും ഒപ്പം തമിഴ്നാടും ഈ രാഷ്ട്രപതി റഫറൻസിനെ എതിർക്കുന്നുമുണ്ടല്ലോ. എന്തൊക്കെ വാദങ്ങൾ ഇന്ന് കോടതിയിലുണ്ടായി? പ്രജിൻ, രാഷ്ട്രപതി റഫറൻസ് നിലനിൽക്കുമോ എന്നതിലായിരുന്നു ഇന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പ്രാഥമിക വാദം കേട്ടത്. അതിൽ തമിഴ്നാടും കേരളവും ഒരുപോലെ റഫറൻസിനെ എതിർത്തു. തമിഴ്നാട് പറഞ്ഞത് നിയമപരമായി ഈ റഫറൻസ് നിലനിൽക്കില്ല എന്നായിരുന്നു വാദിച്ചത്. അതായത് രണ്ടംഗ ബെഞ്ചിന്റെ വിധിയെ ഇത്തരത്തിൽ റഫറൻസിലൂടെ പുനഃപരിശോധിക്കാനാകില്ല എന്ന് തമിഴ്നാട് അറിയിച്ചു. എന്നാൽ കേരളം പറഞ്ഞത് ഈ റഫറൻസിന് പിന്നിൽ കേന്ദ്ര സർക്കാരാണ്, ഈ സുപ്രീം കോടതി വിധിയിൽ കടന്നുകയറാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നായിരുന്നു കേരളവും വാദിച്ചത്. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുക എന്നതാണ് രാഷ്ട്രപതിയുടെ ചുമതല എന്നുകൂടി കേരളം വാദിച്ചു. അതിനുശേഷമാണ് കേന്ദ്രം ഈ റഫറൻസിനെ അനുകൂലിച്ചുള്ള വാദം ഉന്നയിച്ചത്. കേന്ദ്രം പറഞ്ഞത് നിലവിൽ ഈ വിധിയിൽ, അതായത് ജസ്റ്റിസ് JB പർദിവാലയുടെ ഉത്തരവിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട്. ആ പൊരുത്തക്കേട് ഉള്ളത് കൊണ്ടാണ് രാഷ്ട്രപതി റഫറൻസ് നൽകിയത്. ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഈ വിധി സൃഷ്ടിക്കുന്നു എന്നുകൂടി കേന്ദ്ര സർക്കാർ അറിയിക്കുകയുണ്ടായി. സുപ്രീം കോടതിക്ക് ഭരണഘടന തിരുത്തി എഴുതാനാകുമോ എന്ന് കേന്ദ്ര സർക്കാർ വാദമായി ഉന്നയിച്ചു. ആ പരിധിവരെ കോടതിക്ക് പോകാനാകുമോ എന്നായിരുന്നു AGയുടെയും ചോദ്യം. എന്തായാലും ഭരണഘടനാ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നാണ് ഭരണഘടനാ ബെഞ്ചിന്റെ തലവൻ ചീഫ് ജസ്റ്റിസ് BR ഗവായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഈ വിശദമായ വാദം കേട്ടതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. 4 ദിവസം കൊണ്ട് റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദം കേൾക്കുക. എന്തായാലും നാളെയും വാദം തുടരും. ഇന്ന് കേരളവും തമിഴ്നാടും ശക്തമായ റഫറൻസിനെ എതിർത്തപ്പോൾ പഴയ മുൻകാല വിധികളുടെ അടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ റഫറൻസിനെ അനുകൂലിച്ചത്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.